ജന്മിത്വം അതിന്റെ അവസാന നാളുകൾ എണ്ണിക്കഴിയണച്ച. അതിന്റെ അന്ത്യം തടുക്കാൻ ഇനി ആരാരുമാവില്ല. ഒരുമിച്ച് നിന്നൊരു പുതിയ പുലരിയെ സ്വാഗതം ചെയ്യാൻ ഞങ്ങളെ അനുവദിക്കൂ അച്ഛ, അനുവദിക്കൂ. ഇല്ലച്ച, ഇനി മരണത്തിന് പോലും ഞങ്ങളെ വേർപെടുത്താനാവില്ല. എന്റെ ശവം എടുക്കുന്നത് വരെ ഈ പൊലച്ചിപ്പണി എന്റെ വീട്ടിൽ കയറ്റാമെന്ന് നീ വ്യാമോഹിക്കണ്ട. അലകടലുകൾക്കപ്പുറത്തുനിന്നും ഉയർന്നു വരുന്ന ആ പ്രഭ അച്ഛൻ കാണുന്നില്ലേ? അകലെ ഉയർന്ന പെരുമ്പറ അച്ഛൻ കേൾക്കുന്നില്ലേ? നൂറ്റാണ്ടുകളായുള്ള അടിമത്തത്തിൽ നിന്ന് മോചനം നേടുന്ന ഒരു ജനതയുടെ ആഹ്ലാദാരവമാണ് അച്ഛാ, അത് ആഹ്ലാദാരവമാണ്. അവരുടെ മോചനത്തിന്റെ പുലരി, ആ ചുവന്ന പുലരി സ്വീകരിക്കാൻ അച്ഛന് കിട്ടുന്ന അവസാനത്തെ അവസരമാണ് അച്ഛാ ഇത്. നിർത്തറ അവന്റെ ചുവന്ന പുലരി. ആരോടണ്ട കേൾക്കോടണ്ട. പുതുക്കാര്യപ്രസക്തനും ജനസേവകനുമായ ദാമു എന്ന തൊഴിലാളിയെ യാതൊരു പ്രകോപനവുമില്ലാതെ മൃഗീയമായി തല്ലി പരിക്കേൽപ്പിച്ച ഗുണ്ടകളുടെ നടപടി അത്യന്തം അപലപനീയമാണ്. യാതൊരു തത്വദീക്ഷയുമില്ലാത്ത ഈ സർക്കാരിന്റെ മറവിൽ നടക്കുന്ന നരവേട്ടയ്ക്ക് പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ ദാരുണ സംഭവം. ആ ഭാസിയുടെ മറ്റും പേരും കൂടെ അതിലെഴുതിക്കൂടെ? ഭാസിയുടെ പേരെഴുതാൻ പാടില്ല. അവൻ നാടകത്തിൽ അഭിനയിക്കല്ലേ. അപ്പൊ നാടകം നടന്നുകൊണ്ടിരിക്കുമ്പോ അടിയുണ്ടായിന്ന് വേണം നമുക്ക് സ്ഥാപിക്കാൻ. ഭാസിയെ നമുക്ക് പിന്നെ ഇതിൽ പെടുത്താം. ആദ്യം ഇത് പോട്ടെ. അച്ഛാ, ആ അമ്മ വിളിച്ചു. ആ ഞാൻ വരണമെന്ന് പറ. അച്ഛാ, എന്താടാ? കുഴപ്പമുണ്ടാക്കിയ ദാമു അല്ലേ? പോടുന്നു. നീ ഏതാ? ഞാൻ നമ്പ്യാരുടെ. ഓ, നമ്പ്യാർ ഈസ് എ ജെന്റിൽമാൻ. വാടക ഉണ്ടോ? വാടക ഇന്നാളെ തന്നു. ഓ, അപ്പൂപ്പൻ എന്നായി തിന്നുന്നത്? ഇതൊക്കെ ആടാ എന്റെ ഭക്ഷണം. ഇതൊക്കെ തിന്നാ മതിയോ? എന്തിനാടാ അധികം തിന്നണേ? ലോകം അവസാനിക്കാൻ പോവല്ലേ? ആരാ ഇതെല്ലാം കൊണ്ടുവന്ന് തരാ? വേലക്കാരില്ലേ? അവൻ വലുതായിട്ടുണ്ട് കഴിഞ്ഞ തവണത്തേതിലും. നീ ഇതാരോടെങ്കിലും പറഞ്ഞോ? പറയരുത് കേട്ടോ, രഹസ്യ. എന്നാ അമ്മ അമ്മക്ക്? ഒന്നുമില്ല മോനെ, ഇന്നലെ മഞ്ഞുണ്ട് എന്റെ ആയിരിക്കും. ഒരു ശ്വാസം മുട്ടല്. അമ്മക്കെന്നാ കിടന്നൂടെ? അച്ഛൻ ഇപ്പൊ വരൂലേ? മെല്ലെ. അപ്പൊ പറഞ്ഞല്ലോ. അപ്പൊ കുത്തും കുത്തും കുത്തും. പറഞ്ഞല്ലേടാ, പോയി പറയട്ടെ.
പറ്റൂല. അയ്യോ. കരയില്ല മോളെ, അമ്മയ്ക്ക് വയ്യാഞ്ഞിട്ടല്ലേ. കുളിക്കാൻ പോയില്ലേ? പ്രസിഡന്റിന്റെ ഭാര്യ. ഏലിക്കുട്ടി ചേട്ടത്തിന്ന് പറഞ്ഞാ മതി. എന്തേ ബേബിയുടെ അമ്മേ, കൂടുതലുണ്ടോ? ഓ ഇല്ല, കാലത്ത് അങ്ങാടിയിൽ കണ്ടപ്പോ മറിയാമിയാ പറഞ്ഞു. മോൻ പോയി കുളിച്ചോ? വാസിയേട്ടാ, എന്താടാ നാടകത്തിലെ വാസിയേട്ടൻ കലക്കി. നിനക്കിഷ്ടായോ? എനിക്ക് ഭയങ്കര ഇഷ്ടായി. മുഴുവനാക്കാൻ സമ്മതിച്ചല്ലോ ആ പന്നികള്. അയക്കിട്ട് കൊടുത്തത് വസരായി. 1 2 3 4 5 6 7 8 9 10. സ്കൂൾ ഓർക്കോ? പിന്നെന്താ, ഇപ്രാവശ്യം തുറക്കും. എനിക്ക് തോന്നുന്നില്ല, സമരല്ലേ? തുറന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു. 1 2 3 4 5 6 7. കർത്താവ് സ്കൂൾ ഓർക്കത്തില്ലേ? ഉണ്ടല്ലോ, അങ്ങനെ വന്നേ. ഇത് കണ്ടിട്ടുണ്ടോ? എങ്ങനെയുണ്ട്? സമരം സമരം മഹാത്മാഗാന്ധിക്ക് 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 സഹന സമരം. മദ്യം വിഷമാണ്, മദ്യം വിഷമാണ്. സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കുക, സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കുക, സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കുക, മദ്യം സമൂഹത്തിന്റെ ശത്രു, മതിയാക്കിയ മദ്യം സമൂഹത്തിന്റെ ശത്രു, സഹന സമരം, സഹന സമരം, സഹന സമരം. ഭാരത് മാതാ കി, ഭാരത് മാതാ കി. മദ്യം സമൂഹത്തിന് കുട്ടിക്ക് എത്രയാ വേണ്ടത്? മദ്യം വിഷമാണ്, മദ്യം വിഷമാണ്, മദ്യം വിഷമാണ്, മദ്യം വിഷമാണ്, മദ്യം വിഷമാണ്, മദ്യം വിഷമാണ്. സഹന സമരം, സഹന സമരം, സഹന സമരം. മദ്യം നാടിന്റെ ശത്രു, മദ്യം നാടിന്റെ ശത്രു, മദ്യം നാടിന്റെ ശത്രു, മദ്യം നാടിന്റെ ശത്രു. മഹാത്മാഗാന്ധിക്ക്, മഹാത്മാഗാന്ധിക്ക്. ഇവര് പറയണ കാര്യം കേട്ടാ. മദ്യം വിഷമാണ്, മദ്യം വിഷമാണ്, മദ്യം വിഷമാണ്, മദ്യം വിഷമാണ്. മദ്യം നാടിന്റെ ശത്രു, മദ്യം നാടിന്റെ ശത്രു, മദ്യം നാടിന്റെ ശത്രു, മദ്യം നാടിന്റെ ശത്രു. മഹാത്മാഗാന്ധിക്ക്. ഈ റേഞ്ചിലെ 14 ഷാപ്പുകളിൽ 13ലും കഴിഞ്ഞ 2 ദിവസമായി ധർമ്മഭടന്മാർ സമാധാനപരമായി പിക്കറ്റിംഗ് നടത്തി വരുന്നു. പോലീസ് ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. സ്ഥലത്തുള്ള പല മുഴുക്കുടിയന്മാരും കുടി നിശേഷം നിർത്തിയതായും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഭയങ്കര വിജയ. എന്താ ഇത്രയും നേരം സമരക്കാര് എങ്ങനെയുണ്ട് മോനെ നമ്മുടെ സമരം?